ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ. നമ്മളിവിടെ അയലോക്കക്കാരും എല്ലാവരും കൂടിയിട്ട് വേറെ എടുക്കല്ല, നമ്മളെ കോഴിക്കോട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ബാക്കിൽ നിന്ന് കമൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും ചായയോടെയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിതാക്കണേ. നമ്മളെ ആമി എല്ലാവരും മാറ്റിയൊക്കെ റെഡി ആയി കഴിഞ്ഞാണ്ട് നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളിവിടുന്ന് അസ്താത്തിയും അസ്മത്താത്തിയും കുഞ്ഞുൾത്താത്തിയും ഓരെല്ലാവരും ഫാമിലി അങ്ങനെ ഉണ്ട് കേട്ടോ. മുന്നേ ഞാൻ വീഡിയോ എടുത്തിട്ട് വന്നതാണ്. അപ്പം ഞങ്ങൾ ഇന്നലെ രാത്രി 12:30 ആയിക്കണം കേട്ടോ അപ്പോൾ ഇവിടെ എത്തുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞാണ്ട് ഇന്ന് നേരം വെളുത്ത് 8 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ പോണത്. ഇപ്പം സമയം 8 മണി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും അങ്ങനെ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ പോവാൻ റെഡിയായി ഇറങ്ങാണേ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോവാണ് കേട്ടോ ഓലടുത്തേക്ക്. ആദ്യം കണക്ക് ബുക്കാ ആരതിന്റെ ആൾക്കാരൊക്കെ ടൂറിന്റെ ആൾക്കാരാരാണ് സംഘടിപ്പിച്ചോലാരാണ് ആരാണ് ഞാനറിയില്ല. ഇത് ആരെയാ സ്ഥലങ്ങൾ എടുത്തിക്കണത്? ഈ പുതിയണ്ണിനെ അവിടെ കൊണ്ടുപോയി കൊടുക്കല്ലത്. ആ ചെറുതിലൊക്കെ ഹായ്. നമ്മള് വണ്ടിന്റെ അടുത്തേക്ക് എത്തിക്കണം കേട്ടോ. അതിന്റെ പോണെന്ന താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അഭിപ്രായം പറയും. നേരെ കടലുണ്ടി വിടണം ബസ്. അങ്ങനെ വരുമ്പോ നമുക്ക് വേപ്പൂര് ഉച്ചക്ക കിട്ടുക. വേപ്പൂര് ഉച്ചക്ക് പുലിമുട്ടൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ് നടക്കാൻ, നല്ല വെയിലേക്കാരം. മറ്റേ നമുക്ക് ലാസ്റ്റ് വേപ്പൂരാക്കിയാല് കുറെ നേരം അവിടെ നിൽക്കുക, ആ പുലിമുട്ടൊക്കെ ഫുള്ള് കവർ ചെയ്ത് പോരാ. എവിടൊക്കെ ബ്ലോഗ് നടക്കണ്ടേ വെച്ചാൽ പറഞ്ഞു. സൂപ്പർ സൂപ്പർ സൂപ്പർ. പൈസ വേണ്ടിസിക്കാണെങ്കിൽ ഞാൻ ട്രൗസർ എടുത്തിട്ടില്ല. നിങ്ങൾ ഇന്നലെ അങ്ങനെ നമ്മൾ യാത്ര പിന്നെയും തിരിച്ചേക്കാണ് കേട്ടോ. എവിടേക്ക് പോണതെന്നുള്ളത് കോഴിക്കോട്ടേക്ക് പോകാറുണ്ട് കൺഫേം ആക്കിക്കാണ്ട്. പിന്നെ വണ്ടിയിൽ കയറി കുറച്ച് പോന്നപ്പോൾ റൂട്ട് തിരിയണ ഭാഗമുണ്ടല്ലോ, 2 ഭാഗമുണ്ട്. ഒന്ന് കോഴിക്കോട്ടേക്ക് പോകാൻ, ഒന്ന് ഫാൻറ്റസി പാർക്കൊക്കെ പോകാനുള്ളതുണ്ട്. അപ്പോൾ അവിടുന്ന് തീരുമാനിച്ചണം എവിടേക്ക് പോണത് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അപ്പോഴും തീരുമാനം റെഡി ആയിട്ടില്ലായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ എല്ലാവരും പെണ്ണുങ്ങളാളൊക്കെ കൂടിങ്ങാണ്ട് ഞങ്ങൾ പറഞ്ഞാൽ നമുക്ക് പോവല്ലേ എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് അങ്ങനെ സെറ്റാക്കിയ ടൂറാണ് കേട്ടോ. പിന്നെ അപ്പം നമുക്ക് ഏതായാലും കോഴിക്കോട്ടേക്കെങ്കിൽ കോഴിക്കോട്ടേക്ക്. അപ്പോൾ പിന്നെ ഫാൻറ്റസി പാർക്കൊക്കെ ആകുമ്പോൾ എനിക്കും ഗതികേടാണ് കുട്ടീനെയും കൊണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് കോഴിക്കോട്ടേക്ക് തന്നെ പോവാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്താനായിക്കണം കേട്ടോ. നമ്മൾ ആമിനെ ഛർദിച്ച്
ഛർദിച്ച് ക്ഷീണിച്ചിരിക്കുന്നതോളം പറയുന്നത്. ഛർദിച്ചാൻ ഒരു വാഷ് ബേസും കൂടി വണ്ടിയിൽ ഫിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഏതായാലും കോഴിക്കോട് ഇറങ്ങാണ്ട് അങ്ങനത്തെ ഇതിൽ പോവാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് അടിച്ചു പൊളിച്ച് നമുക്ക് ഫാൻറ്റസി പാർക്കൊക്കെ പോകണം പറഞ്ഞിരിക്കണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ ടൂറാണ്, നമ്മളെ അയൽവക്കക്കാരൊക്കെ കൂടെയുള്ള ഒരുമിച്ചുള്ള രണ്ടാമത്തെ ടൂറാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾ ചായയൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കുടിച്ചിട്ടാണ് പോന്നിക്കണത്. പിന്നെ എന്താ എല്ലാവരും കൂടെ ഉണ്ട്. കഴിഞ്ഞ ടൂറിന് ബേബി ഇല്ലേന്നു, അന്ന് നമുക്ക് എന്താ വയ്യാഞ്ഞിട്ട് ബേബി ഇല്ലേന്നു. മുന്നേ ഞങ്ങളും കൊണ്ടുവന്നു, ഞങ്ങൾ മാരി വേൾഡ്ക്ക്. അതിൻ്റെ വീഡിയോയും ഉണ്ടാവും കേട്ടോ. എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ കാണാം മാരി വേൾഡിൻ്റെ. അവിടെ നല്ല പൈസയാണ് കേട്ടോ, ഓരോ ടിക്കറ്റിന് തന്നെ നല്ല പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പിന്നെ നമ്മൾ ബഡ്ജറ്റ് കുറവിൽ എവിടേക്കെങ്കിലും പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു കേട്ടോ. പിന്നെ കാരണം ഓരൊക്കെ വേറെ വേറെ ടൂറ് പോകണമുണ്ട്, പോണവരുണ്ട്, പോയവരുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഊട്ടിയിലൊക്കെ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഓരോക്കെ ഊട്ടിക്കൊക്കെ പോകുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ ഏതായാലും നമ്മൾ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചങ്ങാണ്ട് നമ്മളങ്ങനെ പോവാണ് കേട്ടോ. പിന്നെ ഇസ്മായിൽ കാക്കയായിരുന്നു വണ്ടീൻ്റെ ഡ്രൈവർ. അപ്പോൾ പിന്നെ ഓരോരുത്തർ പിന്നെ ഒറ്റക്കുള്ള സീറ്റിലും ഇരുന്ന്, പിന്നെ ഇക്കൻ്റെ അടുത്ത് തന്നെ ഇരുന്ന്, കാരണം കുട്ടികൾ ഉണ്ടായതുകൊണ്ട് കുട്ടീനെ പിടിച്ചാനെന്നല്ല, എന്നാലും കുട്ടീനിക്ക് പാലൊക്കെ കൊടുക്കണ്ടല്ലേ. അപ്പം നമ്മളെ ആൾക്കാർ നമ്മളെ അടുത്ത് ഉണ്ടാകുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ. അങ്ങനെ പിന്നെന്താ, അപ്പോൾ ഏതായാലും നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാറുണ്ട്. പിന്നെ മറ്റിവിടെ ഉണ്ടല്ലോ കണ്ടൽക്കാടിൽ ഇപ്പോൾ പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ചിലവരൊന്നും അസ്മത്താത്തി ഓരോന്നും കണ്ടൽക്കാട് കണ്ടിട്ടില്ല പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ കണ്ടൽക്കാടിക്ക് പോയാൽ വേലിയേറ്റം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പിന്നെ ആ സമയമാകുമ്പോൾ ഏതായാലും കടത്തി വിടൂല. പിന്നെ വെറുതെ ഇപ്പോൾ അത്രയും പൈസയും കൊടുത്തുകൊണ്ട് അവിടേക്ക് പോയാൽ അത്രയും സമയവും വേസ്റ്റ് ആവൂലേ. അപ്പം പിന്നെ നമുക്കെന്നാൽ വേറെ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ബേപ്പൂർക്ക് പോകാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. ബേപ്പൂർക്കല്ല, ആദ്യം പോണത് മാൾക്കാണ്. നമ്മൾ കോഴിക്കോട്ടിലുള്ള മാൾ തുറന്നിക്കണമല്ലോ. അപ്പോൾ പിന്നെ അവിടെ കണ്ടിട്ടില്ല പറഞ്ഞപ്പോൾ നമുക്ക് മാൾക്ക് പോകാറുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് ആദ്യം മാളിൽ പോകാറുണ്ട്. അപ്പോൾ അവിടെ വന്നുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. പിന്നെ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങണതിൻ്റെ മുന്നേ തന്നെ ഞാൻ പാല് കൊടുത്തിരുന്നു കേട്ടോ കുട്ടിക്ക്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇൻസ്റ്റയിൽ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു കുട്ടിക്കൊരു ബാഗ് വാങ്ങിയതിനെക്കുറിച്ച്. ഉമ്മ പറയട്ടോ കങ്കാരു ബാഗാണ് പറഞ്ഞുകൊണ്ട്. അപ്പോൾ പക്ഷെ നല്ല സുഖമാണ് കേട്ടോ ആ ബാഗ് ഇട്ട് കഴിഞ്ഞാൽ. ഞാൻ ഇട്ട് നടക്കുന്നുണ്ട്. നല്ല സുഖം എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിനൊക്കെ നല്ല ഫ്രീ ആയിട്ട് തോന്നും. കാരണം എന്താണെന്ന് പറയുക, മറ്റേത് കുട്ടിയും തന്നെ ഒക്കത്താണെങ്കിലും കുട്ടി ശരിക്കും ഇരിക്കില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞ് കുട്ടിക്കും ഗതിയുടെയൊക്കെ നമുക്ക് എടുക്കണവർക്കാണെങ്കിൽ കയ്യും കടയൂലേ. അപ്പോൾ പിന്നെ ഞാൻ മീഷോന്ന് മേടിച്ച ബാഗാണ് കേട്ടോ. ചെറിയ റേറ്റുള്ളൂ, വലിയ നല്ല റേറ്റിൻ്റെ ഒന്നുമല്ല. നല്ല റേറ്റിൻ്റെ ബാഗുകളുണ്ട്, നമ്മൾ ഏറ്റവും വില കുറവുള്ളതല്ലേ നോക്കുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ആ ബാഗിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പാലൊക്കെ കൊടുത്തുകൊണ്ട് പിന്നെ ആ ബാഗിലാക്കിക്കണം കേട്ടോ. അപ്പോൾ ഒരു കൈ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനങ്ങനെ കൊടുക്കാമല്ലോ, എന്നുണ്ടെങ്കിൽ നമുക്ക് കൈയും വീശിങ്ങാണ്ട് അങ്ങനെ നടക്കുകയും ചെയ്യാം. പിന്നെ ഒരു അരയിലൊരു ബെൽറ്റ് വരുന്നുണ്ട്, പക്ഷെ ഞാൻ ആ ബെൽറ്റ് ഇട്ടിട്ടില്ല, കാരണം നമുക്ക് കൈ കൊണ്ട് സപ്പോർട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വണ്ടിയിലൊക്കെ കയറിയിട്ടോ. വണ്ടി കയറിയപ്പോൾ ഒരു സർപ്രൈസായിട്ട് നമുക്കിതാ കേക്ക് കിട്ടിയത് വേറെ ഒന്നുമല്ല, അന്ന് ഞങ്ങൾ അന്ന് ഇസ്മായിലാക്കാൻ്റെയും കുഞ്ഞോൾത്താത്താൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്റ്റാറ്റസ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവരോട് പറഞ്ഞ് ചിലവ് വേണം പറഞ്ഞപ്പോൾ മാളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു കേക്കും കൂടിയും കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാ വണ്ടിയിൽ വെച്ചുങ്ങാണ്ട് കട്ടൊക്കെ ചെയ്തുങ്ങാണ്ട് എല്ലാവരും കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. പ്ലാനറ്റോറിയത്തേക്ക് വന്നിക്കാണ് കേട്ടോ. ഉച്ച സമയമായി, ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കണം. അല്ല, ഒരു ഭക്ഷണം കഴിക്കണ ചോദിച്ചോ? എല്ലാരും ചോറൊക്കെ വെക്കാൻ പോവാണ് കേട്ടോ. അതിന് പൈസ വെക്കേണ്ടി വരും വേറെ.
എന്നിട്ട് ഇത് നമ്മൾ പ്ലാനറ്റോറിയത്തിൻ്റെ അവിടെ നിന്ന് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. ഭക്ഷണമൊക്കെ നമ്മൾ കൊണ്ടുപോയിരുന്നു, ചിക്കൻ ബിരിയാണി. അപ്പോൾ അത് ആ വണ്ടിയിൽ ബാക്കിലെടുത്ത ഒരു മുള്ള് പോലുള്ളത് കണ്ടല്ലോ, അത് ചെടിയാണ്. ചെടി പറഞ്ഞാൽ എന്താ പറയുക അതിന്, നമ്മുടെ നാട്ടിലൊക്കെ അവിടെ അരങ്കോലിൻ്റെ ഒരു ഇതുണ്ടല്ലോ, മുള്ള് പോലെ വേൽച്ചെടി പോലെയൊക്കെ വരുന്നത്, അതേപോലത്തെ ഒരു മുളകളൊക്കെ ഉണ്ടല്ലോ, കൂട്ടത്തിലുള്ള മുള, അതേപോലത്തെ ഒരു മുളൻ്റെ ഇതാണ് കേട്ടോ സംഭവം. ഞങ്ങൾ മാളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടന്ന് പോന്നപ്പോൾ അവിടെ വീട്ടിനുണ്ടായിരുന്നു. അപ്പോൾ ഒരു അസ്മത്താത്തക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെടികൾ, എവിടെ നിന്ന് കണ്ടാലും എടുക്കും കേട്ടോ. അസ്മത്താത്ത ചോദിച്ചെടുക്കും കേട്ടോ. അങ്ങനെയല്ല, അസ്മത്താത്തൻ്റെ വീട്ടിലൊക്കെ നിറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓല് തരുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിച്ചപ്പോൾ അയാൾ വെട്ടിയപ്പോൾ അയാൾ തന്നെ മുറിച്ച് കൊമ്പുമ്പം തന്നെ മുറിച്ചുങ്ങാണ്ട് ലെവലാക്കിങ്ങാണ്ട് അങ്ങനെ തന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3D ഷോ കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ണട ഊരി എഴുതിട്ടാ, കണ്ണട ഊരിട്ടോ. നിങ്ങളൊക്കെ എന്തായാലും പോയി അപ്പുറത്തൊക്കെ ഇല്ലേ എങ്ങനെ. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്ക്. അപ്പോൾ ഇവിടെ ഒരു ചെയർ ഇട്ടിയപ്പോൾ ഞാനും കുട്ടിക്കാണ്. പിന്നെ നമ്മളിത് ആ പ്ലാനറ്റോറിയത്തിൽ നിന്നൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇനി നമ്മൾ പോണത് ബേപ്പൂരിക്കാണ്. പിന്നെ അവിടുന്ന് എന്താ ജങ്കാറിൽ പോകണം. പിന്നെ അന്ന് ആരോ മരിച്ചിരുന്നു കേട്ടോ. ആരോ മരിച്ചെന്ന് പറഞ്ഞാൽ ഏതൊരു ആൾ മരിച്ചിരുന്നു. അപ്പോൾ പിന്നെ അവിടെ ഫെസ്റ്റിവലൊക്കെ നടക്കാൻ നിൽക്കണ്ടായിരുന്നു ബേപ്പൂർ ഫെസ്റ്റ്. അപ്പോൾ അതൊക്കെ നിർത്തി വെച്ചിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ സസിയായി. പിന്നെ ഇതാ വണ്ടിയിലുള്ളവരൊക്കെ ഭക്ഷണം കഴിച്ചുള്ള ഉച്ചമയക്കത്തിൽ നല്ല ഉറക്കിയിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾ പിന്നെ താലോലം എന്നല്ല പാട്ടുണ്ടല്ലോ, ആ പാട്ടിട്ട് കണ്ട് എല്ലാവരും കളിയാക്കിട്ടോ. അത് കഴിഞ്ഞങ്ങാണ്ട് ഇതാ നമ്മളിവിടെ ബേപ്പൂരിൻ്റെ അവിടെ വന്ന് ഇറങ്ങുകയാണ് നമുക്ക് ജങ്കാറിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടേക്ക് പോണതിൻ്റെ മുന്നേ അവിടുന്ന് ബാക്കിയുള്ളവരല്ല ആണുങ്ങളൊക്കെ നിസ്കരിച്ചാൻ പോയി. അത് കഴിഞ്ഞാണ്ട് ഞങ്ങളവിടെ വെയിറ്റിങ്ങിന് നിന്നപ്പോൾ ഒരു പറഞ്ഞു നമുക്ക് ചായ കുടിക്കാമെന്ന് പറഞ്ഞങ്ങാണ്ട് അങ്ങനെ കുട്ടികളെയും കൊണ്ട് ഞങ്ങളെല്ലാവരും കൂടിയും പോയിങ്ങാണ്ട് ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്ന് അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നമ്മൾ ജങ്കാറിൻ്റെ അവിടേക്ക് പോയിക്കാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന് കയറാൻ വേണ്ടി നിൽക്കുകയാണേ. ഇവിടുന്ന് ഒരു രസമുണ്ടായിട്ടോ. അത് അവിടെ മതിലിൻ്റെ ചാരി വെള്ളത്തിൽ കാണുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ബേബി പറഞ്ഞു മുതലാണ് പറഞ്ഞിട്ടോ. ഞങ്ങൾ പറഞ്ഞു മുതലല്ലേ ആണത് മുതലാണ്, മുതലിൻ്റെ പോലെ വാലാട്ടുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ടോ. അതിൽ ഞാൻ പറഞ്ഞു അല്ല മുതലെങ്ങനെ അങ്ങനെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ ഇതായിട്ടോ. അതിലവസാനം ഞങ്ങൾ ഇറങ്ങാൻ സമയത്ത് ജങ്കാർത്ത ആളോട് ചോദിച്ചിട്ടോ അതെന്താണെന്ന്. അപ്പോൾ അയാൾ പറയണേ അത് ബോട്ട് മറിഞ്ഞതാണ് പറഞ്ഞ്. അതിലാകെ തോളായിട്ടോ. മുതലെങ്ങനെ അങ്ങനെ നിൽക്കും. ഏതായാലും അങ്ങനെയൊക്കെ. Feels right with you. I'm heavy breathing. Feels like I'm lucid dreaming. I'm not usually the type to rush into the night. This time I can't be speeding. I'm taking it slow, but I just want. അപ്പോൾ
ബീച്ചിൽ നിന്ന് നമ്മൾ രാത്രി കുറേ സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ബീച്ചിൽ നിന്ന് പോയിക്കണം. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി തിന്നിട്ടും കുറേ സമയം കടലിൽ ചാടി ഇതൊക്കെ ആയിട്ടൊക്കെ കഴിഞ്ഞിട്ട് തന്നെ കേട്ടോ പോയിക്കണത്. അപ്പോഴൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ബീച്ചിൽ, എല്ലാ സൈഡിലും നല്ല തിരക്കായിരുന്നു. പിന്നെന്താ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് പോരാൻ നേരത്തൊരു കരിക്കും വെള്ളവും അതേപോലത്തെ സംഭവങ്ങളൊക്കെ ബാക്കി വാങ്ങി തന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ശരി എന്നാൽ, അസ്സലാമു അലൈക്കും. കമൻറ്റ് എന്തെങ്കിലും ഒരു ഇമോജെങ്കിലും അയക്കണം.